ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈശോ ഏറെ സ്നേഹിക്കുന്ന കൊച്ചുകൂട്ടുകാരെ, ഈ ആഴ്ച നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് 3 ചെറു ചിന്തകൾ ഈശോ നമ്മളോട് പ്രധാനമായും പങ്കുവെക്കുന്നുണ്ട്. സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ 3 ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്നാമതായി സുവിശേഷം നമ്മളോട് പറയുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്ത് നിക്ഷേപം കൂട്ടിവെക്കുന്നവരായി മാറണം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ നിധിയും സ്വർഗരാജ്യത്തിലെ നിധിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വായിച്ചൊരു കഥ ഓർമ്മിക്കുന്നു. ഒരു വ്യക്തി നല്ല പണക്കാരനായിരുന്നു. അദ്ദേഹം ഈ ജീവിത കാലയളവിൽ ഒരുപാട് പൈസ സമ്പാദിച്ചു. എല്ലാം ഒരു വലിയ പെട്ടിക്കുള്ളിലാക്കി സൂക്ഷിച്ചു വെച്ചു. അത് ആരോടും പറഞ്ഞില്ല. അതിൻ്റെ താക്കോൽ ആർക്കും കൊടുത്തുമില്ല. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ ഈ പെട്ടിയിലുള്ളത് എന്താണെന്നറിയാൻ വേണ്ടി അത് തുറക്കാൻ പരിശ്രമിച്ചു. പക്ഷെ താക്കോലില്ലായിരുന്നത് കൊണ്ട് സാധിച്ചില്ല. അവസാനം പെട്ടി പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച സമയം ഈ പെട്ടിക്കകത്തുണ്ടായിരുന്ന പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഒന്നും തന്നെ അവശേഷിച്ചില്ല. ആ നാട്ടിൽ തന്നെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൾ എല്ലാവരെയും സഹായിക്കുന്നവളായിരുന്നു. പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി, പക്ഷേ ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കും. അവളുടെ കയ്യിലുള്ളതൊക്കെ കൂട്ടുകാർക്ക്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ സദാ തൽപരയായിരുന്നു അവൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ എപ്പോഴും തിരിച്ചറിയുക, സൂക്ഷിച്ചു വെക്കുമ്പോഴല്ല, അത് പങ്കുവെക്കുമ്പോഴാണ് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾക്ക് മൂല്യമുള്ളതായി തീരുക. അപ്പോഴാണ് സ്വർഗരാജ്യത്ത് നിക്ഷേപം കൂട്ടിവെക്കുന്നവരായി നമ്മൾ മാറുക. ഈശോ ഈ വാക്യം വളരെ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം ആ കാലഘട്ടത്തിലെ യഹൂദര് ഭൂമിയിലെ നിക്ഷേപത്തിന് അല്ലെ ഭൂമിയിൽ സൂക്ഷിച്ചു വെക്കുന്ന വസ്തുക്കൾക്ക് സ്വർഗരാജ്യത്തും വില കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു. ഈശോ അവരെ തിരുത്തുകയാണ്. ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വെക്കുന്ന വസ്തുക്കളേക്കാൾ സ്വർഗരാജ്യത്ത് നിക്ഷേപം കൂട്ടിവെക്കുന്നവരായി നമ്മൾ മാറണമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കയ്യിലുള്ളത് ചിലപ്പോൾ 2 പേന നമുക്കുണ്ടാകും. ഒന്ന് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ആവശ്യമാണോ അവർക്ക് കൊടുക്കാൻ പറ്റണം. മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് വലിയ മൂല്യമുള്ളതായി മാറും. അത് സ്നേഹത്തിൻ്റെ നല്ലൊരു ഭാവമായി തീരും. മറ്റുള്ളവരുമായി കയ്യിലുള്ളത് പങ്കുവെച്ച് സ്വർഗരാജ്യത്ത് നിക്ഷേപം സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിത്വത്തിനുടമകളായി നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു, കണ്ണ് വിളക്കാണ്. കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാണ്. വായിച്ച ഒരു കുറിപ്പ് ഓർമ്മിക്കുകയാണ്. 2 പേർ പുറത്തോട്ട് നോക്കുകയാണ്. ഒരു വ്യക്തി പുറത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് കാണുന്നത്. റോഡരികിലെ ചെളിയാണ് കാണുന്നത്. പലരും വഴക്കടിക്കുന്നതാണ് കാണുന്നത്. ഈ രണ്ടാമത് നോക്കുന്ന വ്യക്തി കാണുന്നത് പ്രകൃതി ഭംഗിയാണ്. ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിക്കുന്നു. പക്ഷികൾ, മൃഗങ്ങളൊക്കെ ഈ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ. പ്രിയപ്പെട്ടവരെ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിയെ കുറിച്ച് ദേഷ്യവും കുറ്റവും കുറവും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ കാണുന്നത് അവരുടെ കുറ്റവും കുറവുകളും ഒക്കെ ആയിരിക്കും. ഒരാളുടെ നന്മയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ കാണുക അവരുടെ നന്മയായിരിക്കും. നന്മ കാണുന്നിടത്താണ് ജീവിതം ധന്യമായി മാറുക. വിളക്കെന്നാൽ പ്രകാശം പകർന്നു കൊടുക്കുന്നത് എന്നാണെന്നല്ലോ അർത്ഥം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിനും മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കുന്നതായി മാറണം. നല്ലതിനെ മാത്രം കാണാൻ, നല്ല കാഴ്ചകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. അതായത് ഈശോ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം മറ്റൊന്നിനെയും ഒരുമിച്ച് സ്നേഹിക്കാനോ സേവിക്കാനോ പറ്റില്ല എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈശോയോടുള്ള വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നിമിഷം
ഈ ലോകത്തിലെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും ഫ്രാൻസിസ് അസീസി ഉപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് അസീസി ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും സ്വന്തം പിതാവിൻ്റെ സ്നേഹത്തെ പോലും വേണ്ടാന്ന് വെക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിത്യജീവിതത്തിൽ ഈശോയ്ക്കൊപ്പം നമ്മൾ ഒന്നിനെയും കരുതരുത്. നമുക്കൊരുപാട് കഴിവുകൾ കാണും, നമുക്കൊരുപാട് നന്മകളുണ്ടാകും, നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ടാകും. പക്ഷേ ദൈവത്തിന് മുകളിൽ അല്ലെ ദൈവത്തിൻ്റെ ഒപ്പം നമ്മൾ ആരെയും സ്നേഹിക്കരുത്. ദൈവം കഴിഞ്ഞ് ബാക്കി എല്ലാവരും വരാവുള്ളൂ. എന്തിനെങ്കിലും, ഏത് വസ്തുക്കളെ ആയിക്കോട്ടെ, വ്യക്തികളെ ആയിക്കോട്ടെ, ഈശോയ്ക്കൊപ്പം നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈശോയിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ് സുവിശേഷം നമ്മളോട് പറയുക. അതുകൊണ്ട് ഈ 3 കൊച്ചു ചിന്തകളെ ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. സ്വർഗരാജ്യത്ത് നിക്ഷേപം കൂട്ടിവെക്കാൻ ഉള്ളത് മറ്റുള്ളവരുമായി നമുക്ക് പങ്കുവെക്കാം. നല്ലത് കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് പ്രകാശിപ്പിക്കാം. ദൈവത്തെ എല്ലാറ്റിനും ഉപരി സ്നേഹിച്ച് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറണം. ഈശോയോട് സംസാരിക്കുന്ന, ഈശോയുടെ സ്വരം കേൾക്കുന്ന, ഈശോയ്ക്ക് പ്രിയപ്പെട്ട നല്ല കുഞ്ഞുങ്ങളായി നമുക്ക് മാറാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ സ്നേഹിക്കുന്ന കുട്ടികളായി നമ്മളെല്ലാവരും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.